നിൽക്കായിരുന്നോ? എന്റെ കൊച്ചെ, നിനക്ക് എപ്പോഴും ഈ കരച്ചിൽ മാത്രമേ ഉള്ളോ? എന്താ നിന്റെ കണ്ണിന് വല്ല മോട്ടോർ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണോ? എന്ത് പറഞ്ഞാലും ഉടനെ കണ്ണിന് അങ്ങോട്ട് പമ്പ് ചെയ്യും. ഞാൻ കേട്ടു അവിടെ പറഞ്ഞത്. എന്ത്? ചേട്ടച്ചൻ പറഞ്ഞത് എന്നെ ഇവിടുത്തെ പറഞ്ഞയക്കണോന്ന്. ഏയ്, അതങ്ങേര് കാര്യമായിട്ട് പറഞ്ഞതൊന്നുമല്ല. ചേട്ടച്ചന് മോളോട് ഒരു കുഞ്ഞനിയത്തിയോടുള്ള സ്നേഹം തന്നെയാ. പിന്നെ വായിൽ വരുന്ന അങ്ങ് പറഞ്ഞു പോവും. ആ സ്വഭാവം കുറച്ച് ദിവസം കൊണ്ട് എന്നെ മോക്ക് മനസ്സിലായില്ലേ? ഞാനിപ്പോ എല്ലാവർക്കും ഒരു ബാധ്യതയല്ലേ? എന്തിനാ എഴുതപ്പുറം വായിക്കുന്നത്? ചേച്ചിയമ്മയില്ലേ ഇവിടെ? നാളെ സിദ്ധുവിന്റെ മനസ്സും മാറും. അതോടെ തീർന്നില്ലേ പ്രശ്നങ്ങള്? എനിക്കറിയില്ല ചേച്ചിയമ്മ, സങ്കടങ്ങൾ എന്റെ കൂടെ പിറപ്പ. ഞാൻ സ്വന്തം അമ്മയ്ക്ക് വേണ്ടാത്തവളല്ലേ. അപ്പൊ പിന്നെ മറ്റുള്ളവരിൽ നിന്നും അധിക സ്നേഹം ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ. മോളിങ്ങനെ ഒരുപാട് കാട് കയറി ചിന്തിക്കണ്ട. നിനക്ക് എല്ലാവരും ഉണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞു സങ്കടമൊക്കെ പെട്ടെന്നങ്ങ് മാറും. എന്തായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ചു. എന്നെ അടിച്ചിറക്കി വിട്ടാലും ഞാൻ ഇവിടുന്ന് പോവില്ല ചേച്ചിയമ്മ. ചേച്ചിയമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് ഞാൻ കിടക്കും. ചേച്ചിയമ്മയും കൂടി ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ഞാൻ ഇവിടെ കിടന്ന് ചാവും, കെട്ടി തൂങ്ങി ചാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞേക്കരുത് കേട്ടോ. ഇത്ര പഠിപ്പുള്ള കൊച്ചല്ലേ നീ? ഒരു വക്കീലല്ലേ? കെട്ടി തൂങ്ങി ചാവും പോലും. ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇല്ലാതാക്കി കളയാനുള്ളതാണോ നമ്മുടെ ജീവിതം, ജീവനും ഒക്കെ? അതിനാണോ നിന്റെ അച്ഛൻ ഇത്രയും കാലം പൊന്നുപോലെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ?